സ്നേഹമുള്ളവരെ, നമ്മുടെ തീർത്ഥാടനം നമുക്ക് ഒരുമിച്ച് തുടരാം. ഇന്ന് നമ്മൾ തീർത്ഥാടനത്തിനായിട്ട് പോകുന്നത് വിശുദ്ധ ആഗ്നസിൻ്റെ ദേവാലയത്തിലേക്കാണ്. ഇന്നത്തെ തീർത്ഥാടനത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ പോകുന്ന അന്തോണിയാനം യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിൻ്റെ കൂടെയാണ്. അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെയാണ്, അവരുടെ കൂടെയാണ്. നമ്മൾ ആ കടന്നു പോകുന്ന വഴികൾ ഏകദേശം 7 കിലോമീറ്റർ നമ്മൾ നടന്നാണ് പോകുന്നത്. ആ വഴികളിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് നമുക്ക് കാണുകയും ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് കൊളോസിയമാണ്. നമുക്കറിയാം, ഏകദേശം AD 82 കാലഘട്ടങ്ങളിൽ പണിതീർന്ന ഒരു ചരിത്ര സ്മാരകമായിട്ട് നിലകൊള്ളുന്ന വലിയൊരു ആംബി തിയേറ്ററാണ് ഇത്. ഒത്തിരിയേറെ ക്രൂര വിനോദങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ച, ഒത്തിരി ക്രിസ്ത്യാനികളെയൊക്കെ മതമർദ്ദന കാലത്ത് മൃഗങ്ങൾക്ക് ഇട്ടുകൊടുത്ത ഒരു ചരിത്രമൊക്കെയാണ് ഇതിന് പറയാനുള്ളത്. ഇവിടെ നിന്ന് കൊളോസിയത്തിൻ്റെ അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഓൾഡ് റോമാണ് നമ്മൾ കാണുന്നത്. അവിടെ നിൽക്കുന്ന സ്തൂപങ്ങളൊക്കെ നമുക്ക് കാണാം. അതൊക്കെ പഴയ ബിൽഡിങ്സിൻ്റെ റിമൈനിങ്സ് ആണ്. തകർന്നു പോയ ഓൾഡ് റോമിൻ്റെ ഭാഗങ്ങളാണ് നമ്മളിവിടെ കാണുക. നമുക്ക് കാണാം പഴയ ചുവരുകൾ, അതുപോലെ തന്നെ പഴയ തകർന്നു പോയ കെട്ടിടങ്ങളുടെ, രാജകൊട്ടാരങ്ങളുടെയൊക്കെ ചില ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെയൊക്കെ കാണുക. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന 2-3 കാര്യങ്ങളാണ്. ഓൾഡ് മാർക്കറ്റിൻ്റെ അവശിഷ്ടങ്ങൾ കാണാം, അതുപോലെ തന്നെ പഴയ രാജകൊട്ടാരങ്ങളുടെ ഭാഗങ്ങൾ കാണാം. ഇതൊക്കെ നമുക്കിവിടെ കാണാവുന്നതാണ്. നമ്മൾ ഇതിലെ നടന്ന് ഈ വിസ്തൃതമായ വഴികളിലൂടെ നമ്മൾ നടന്നു നീങ്ങുന്നത്, അത് പഴയ റോമിൻ്റെ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളുടെ നടുവിലൂടെ നമ്മൾ നടന്നു നീങ്ങിക്കൊണ്ട് നമ്മൾ എത്തുന്നത് പിയാസ വെനീസിയയിലേക്കാണ്. ഈ പിയാസ വെനീസിയയിൽ നമ്മൾ കാണുന്ന ഒരു വലിയ കെട്ടിടമുണ്ട്. അതിൻ്റെ പേരാണ് പാലാസോ വെനീസിയ. ഇത് ഡിപ്ലോമാറ്റിക് ഹെഡ്ക്വാർട്ടർ ഫോർ ദ യൂണിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഇറ്റലിയിൽ ഒത്തിരി ചെറിയ രാജ്യങ്ങളായിരുന്നു. നേപ്പിൾസ്, വെനീസ്, അങ്ങനെ ചെറിയ ചെറിയ രാജ്യങ്ങളായിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ 1861 ഇതെല്ലാം ഒന്ന് യൂണിഫൈ ചെയ്യുന്നത്. ഈ ഒരു ഇറ്റാലിയൻ യൂണിഫിക്കേഷന് വേണ്ടി ഒത്തിരി വർക്ക് ചെയ്ത ഇറ്റാലിയൻ ജനറലായിരുന്നു ജുസെപ്പെ മരിയ ഗരിബാൾദി. അദ്ദേഹം ഈ രാഷ്ട്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പിതാവായിട്ടാണ് കണക്കാക്കപ്പെടുക. അതുപോലെ മറ്റ് രാഷ്ട്രപിതാക്കന്മാരുടെയൊക്കെ ഓർമ്മകളൊക്കെ ഈ മ്യൂസിയത്തിൽ നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ 1-ാം ലോക മഹായുദ്ധത്തിൽ മരണമടഞ്ഞ ഭടന്മാരെയൊക്കെ, അവരുടെയൊക്കെ ഓർമ്മ ഇവിടെ നിലനിർത്തുന്നുണ്ട്. അവരുടെ ഓർമ്മയ്ക്കായിട്ട് എപ്പോഴും അഗ്നിസ്തൂപവും അതുപോലെ തന്നെ 2 വശത്തും ഭടന്മാരെയൊക്കെ നമുക്ക് ഈ ബിൽഡിങ്ങിന് മുമ്പിൽ എപ്പോഴും കാണാം. അതുപോലെ തന്നെ യൂണിഫൈഡ് ഇറ്റലിയുടെ ആദ്യത്തെ രാജാവായിരുന്ന വിക്ടോറിയ ഇമ്മാനുവൽ സെക്കൻഡിൻ്റെ വലിയ ബ്രോൺസ് സ്റ്റാച്ചു ഒക്കെ നമുക്കിവിടെ കാണാവുന്നതാണ്. നമ്മൾ ദാഹമുള്ളവരൊക്കെ വെള്ളം കുടിക്കാനായിട്ടൊന്ന് നിൽക്കുകയാണ്. റോമിൽ എല്ലായിടത്തും തന്നെ നമുക്കിങ്ങനെ വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങൾ ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നടക്കുന്ന വഴിയിലാണെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലത്തു നിന്ന് നമുക്ക് വെള്ളം കുടിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ 7 കിലോമീറ്റർ പിന്നിട്ടുകൊണ്ട് ഇതാ വിശുദ്ധ ആഗ്നസിൻ്റെ ദേവാലയത്തിൻ്റെ മുറ്റത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇതിന് പറയുക പിയാസ എന്നാണ്. ഈ ഒരു പിയാസ വളരെ വലിയൊരു പിയാസയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് നവോണ എന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് അറിയപ്പെടുക പിയാസ നവോണ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു പിയാസ നവോണയിൽ വിശുദ്ധ ആഗ്നസിൻ്റെ ദേവാലയത്തിന് മുറ്റത്തുള്ള ഈ ഒരു പിയാസയിൽ നമുക്ക് ഒത്തിരി വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ നടക്കുന്നതായിട്ട് കാണാം. സ്ട്രീറ്റ് പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. എങ്കിൽ തന്നെ വ്യത്യസ്തമായ സ്ട്രീറ്റ് പ്രോഗ്രാംസുകളാണ് ഇവിടെ നടക്കുക. നമ്മളിവിടെ കാണുന്നത് ഈ പള്ളിയുടെ തൊട്ടുമുറ്റത്ത് ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ ഇരുന്ന് പിയാനോ പോലെയുള്ള ഒരു ഉപകരണം വായിക്കുന്നതാണ്. വളരെ ആസ്വദിച്ചാണ് അദ്ദേഹം അത് പ്ലേ ചെയ്യുന്നത്. പള്ളിയുടെ മുൻപിൽ തന്നെ വേറെ ഒരാൾ ഒരു റൗണ്ട് പൈപ്പ് കൊണ്ട് ഒരു വളരെ വ്യത്യസ്തമായ ഒരു സർക്കസ് കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ചെറിയൊരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ സർക്കസ് കാണിച്ചു കൊണ്ടിരിക്കുന്നു. തൊട്ട് അപ്പുറത്ത് വേറെ ഒരു 3 പേര് ചേർന്ന് നിന്നുകൊണ്ട് വാദ്യ ഉപകരണങ്ങൾ പ്ലേ ചെയ്യുന്നു. അവരും വളരെ ശ്രുതി മധുരമായിട്ടാണ് ഗാനങ്ങൾ ആലപിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ കാണുവാനായിട്ട് ഒത്തിരി ആളുകൾ ഇവിടെ തടിച്ചു കൂടുന്നുണ്ട്. ദേവാലയത്തിന് മുന്നിലായിട്ട് ഒബലിസ്ക് എന്ന് പറയും. ദേവാലയത്തിൻ്റെ ഏറ്റവും മുന്നിലായിട്ട് നമ്മൾ കാണുന്ന ഒരു വലിയൊരു സ്തൂപമുണ്ട്. അത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയങ്ങളുടെ ഒക്കെ മുന്നിലായിട്ട് ഈ ഒരു സ്തൂപം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് മുകളിൽ ഒരു കുരിശും ഉണ്ടാകും. ഈ ഒരു സ്തൂപത്തിൻ്റെ ഒരു പ്രത്യേകത, അത് താങ്ങി നിർത്തുന്ന കുറച്ച് മനുഷ്യരുണ്ട്. അതൊക്കെ വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടാണ് ഓരോ സ്റ്റാച്ചുകൾ ഉണ്ടാക്കിയിരിക്കുന്നതും അവിടെ നിന്നുള്ള ചെറിയൊരു വാട്ടർ ഫ്ലോ നമുക്ക് കാണാവുന്നതാണ്. അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ശബ്ദവും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഒത്തിരി ആളുകൾ ഇതിന് ചുറ്റും നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കും. സ്നേഹമുള്ളവരെ, നമ്മളിതാ വിശുദ്ധ ആഗ്നസിൻ്റെ ദേവാലയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്.
വിശുദ്ധ ആഗ്നഫിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രത്യേകമായിട്ട് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധിയിൽ വളരുവാനായിട്ട്, നന്മയിലായിരിക്കുവാനായിട്ട് ഈ വിശുദ്ധിയുടെ പ്രത്യേക മാധ്യസ്ഥം അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ദേവാലയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. റോമിലെത്തുന്ന എല്ലാ തീർത്ഥാടകരും വിശുദ്ധ ആഗ്നഫിന്റെ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കാതെ പോകുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകളും വിശുദ്ധ ആഗ്നഫിന്റെ ദേവാലയത്തിൽ കയറി പ്രാർത്ഥിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ ഇതൊരു ചരിത്ര സ്മാരകമായിട്ട് സൂക്ഷിക്കപ്പെടുന്ന ഒരു ദേവാലയം കൂടിയാണ്. ഈ ദേവാലയം ആദ്യമായിട്ട് 7-ാം നൂറ്റാണ്ടിൽ പണിയപ്പെട്ട ഒരു ദേവാലയമായിരുന്നു. എന്നാൽ 17-ാം നൂറ്റാണ്ടിൽ വീണ്ടും അത് പുതുക്കിപ്പണിതു, വലിയൊരു ദേവാലയമായിട്ട് പുതുക്കിപ്പണിതു. ഇവിടെ നമുക്ക് കാണാം കിയേസ ദി സെന്റ് ആഗ്നസ് ഇൻ അങ്കോണ എന്ന് എഴുതി വച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് നമ്മുടെ ദേവാലയത്തിൻ്റെ ഈ സൈഡ് ഡോറിലൂടെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇന്ന് ദേവാലയത്തിലേക്ക് ഒത്തിരി തീർത്ഥാടകരെ എത്തിയിരിക്കുന്നത് കൊണ്ട് ദേവാലയത്തിൽ വളരെ വലിയൊരു തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഒത്തിരി പേരെ വിശുദ്ധ ആഗ്നസിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് നമുക്ക് കാണാം. നമുക്ക് ദേവാലയത്തിൽ ശാന്തമായിരുന്ന അല്പനേരം പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ, നിയോഗങ്ങളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അതുപോലെ നമുക്ക് ഈ ദേവാലയത്തിൻ്റെ ഭംഗി ഒന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമുണ്ട്. വളരെ വ്യത്യസ്തമായിട്ട് പണിയപ്പെട്ട ഒരു ദേവാലയമാണിത്. നമ്മൾ ആൾത്താരയുടെ അവിടെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാവുന്ന ഡൂം ഇത്രയും മനോഹരമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുക. ഡൂമിൽ നമ്മൾ കാണുന്നത് ഒരു സ്വർഗത്തിൻ്റെ പ്രതീതി വരച്ചു ചേർത്തിരിക്കുന്നതാണ്. വളരെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു കാഴ്ചയാണത്. നമ്മളവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ നേരെ മുകളിൽ സ്വർഗത്തിൻ്റെ ഒരു പ്രതീതിയാണ് നമ്മൾ കാണുക. അതുപോലെ തന്നെ ഈ ദേവാലയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് മറ്റ് ദേവാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വൃത്താകൃതിയിലാണ് പണിയപ്പെട്ടിരിക്കുക. മറ്റ് ദേവാലയങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രത്യേകതയുമാണ് ഈ ഒരു ദേവാലയത്തിൽ, ഈ ഒരു വൃത്താകൃതിയിൽ പണിയപ്പെട്ടിരിക്കുന്ന ഒരു ദേവാലയമായിട്ട് നമ്മളിത് കാണുക. ദേവാലയത്തിൻ്റെ അൾത്താരയുടെ വലതുവശത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ വിശുദ്ധ ആഗ്നസിൻ്റെ മനോഹരമായ ഒരു രൂപം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ദേവാലയത്തിൻ്റെ അൾത്താരയുടെ ഇടതുവശത്തായിട്ട് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ഒരു മനോഹരമായ രൂപമാണ് നമ്മൾ കാണുക. ഈ രണ്ടുപേരും ഏകദേശം ഏറെക്കുറെ സമകാലികരായിട്ട് ജീവിച്ച വിശുദ്ധരാണ്. വിശുദ്ധ സെബസ്ത്യാനോസും അതുപോലെ തന്നെ വിശുദ്ധ ആഗ്നസും. വിശുദ്ധ ആഗ്നസിൻ്റെ രൂപത്തിന് മുമ്പിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക. ഇവിടെ നിന്നാണ് വിശുദ്ധ ആഗ്നസ് കൊല ചെയ്യപ്പെട്ട രക്തസാക്ഷിയായ ആ സ്ഥലത്തേക്ക്, അത് അണ്ടർഗ്രൗണ്ടാണ്, അങ്ങോട്ട് നമ്മൾ പോകുന്നത്. നമുക്ക് വിശുദ്ധയുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കാം. വിശുദ്ധ ആഗ്നസ് റോമിലാണ് ജനിച്ചത്. വളരെ സുന്ദരിയായ ഒരു യുവതിയായിരുന്നു വിശുദ്ധ ആഗ്നസ്. അതുകൊണ്ട് തന്നെ ഒത്തിരി യുവാക്കളെ വിവാഹം ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ച് പുറകെ കൂടി. എന്നാൽ തൻ്റെ ഈശോയ്ക്ക് തൻ്റെ ജീവിതം സമർപ്പിച്ചിരിക്കുകയായിരുന്നു എന്നാണ് ആഗ്നസിൻ്റെ മറുപടി. മധുരവചസ്സുകളോ ഭീഷണിയോ ഒന്നും അവളുടെ നിശ്ചയത്തിന് ഒരു മാറ്റവും വരുത്തിയില്ല. അങ്ങനെ കാമുകന്മാർ അവൾ ക്രിസ്ത്യാനിയാണെന്ന് ആരോപിച്ചുകൊണ്ട് അവളെ ഒറ്റിക്കൊടുത്തു. റോമിൽ മതമർദ്ദനം നടക്കുന്ന ഡയക്ലേഷ്യൻ ചക്രവർത്തിയുടെ സമയമാണ്. അങ്ങനെ റോമിലെ ന്യായാധിപൻ്റെ മുമ്പിലേക്ക് അവൾ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആരോപിച്ച് അവളെ എത്തിച്ചു. അവിടെ വെച്ച് ജൂപ്പിറ്ററിന് ആരാധിക്കുവാനായിട്ട് ന്യായാധിപൻ ആജ്ഞാപിച്ചു. അവളതിന് വഴങ്ങിയില്ല. ബിംബത്തിൻ്റെ അടുക്കിലേക്ക് അവളെ വലിച്ചഴിച്ചുകൊണ്ട് ധൂപം അർപ്പിക്കാനായിട്ട് നിർബന്ധിച്ചു. എന്നിട്ടും അവൾ വഴങ്ങിയില്ലെന്ന് കണ്ടപ്പോൾ വേശ്യാഗ്രഹത്തിൽ നിയോഗിക്കുമെന്ന് പറഞ്ഞു. തന്നെ ഈശോ കാത്തുകൊള്ളുമെന്ന് അവൾ പറഞ്ഞു. അത് കേട്ട് ക്രുദ്ധിതനായ ന്യായാധിപൻ ആഗ്നസിൻ്റെ വസ്ത്രങ്ങൾ നീക്കി നഗ്നയാക്കാനായിട്ട് ആജ്ഞാപിച്ചു. എന്നാൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അവളുടെ മുടി വളർന്നുകൊണ്ട് നഗ്നത മറയ്ക്കപ്പെട്ടു എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ ഈ ഒരു അണ്ടർഗ്രൗണ്ട് ചാപ്പൽ അറിയപ്പെടുക മിറക്കിൾ ഓഫ് ദ ഹെയർ ഓഫ് സെന്റ് ആഗ്നസ് എന്നാണ്. അവസാനം തന്നെ വിവാഹം കഴിച്ചാൽ അവളെ സ്വതന്ത്രയാക്കാമെന്ന് ന്യായാധിപൻ ഗ്രഹിപ്പിച്ചു. എന്നാൽ അവൾ പ്രതിവചിച്ചു, ഈശോ ആണ് എൻ്റെ മണവാളൻ, അവിടുത്തെ ആദ്യം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു, ഞാൻ അവിടത്തേക്ക് മാത്രമായിരിക്കുമെന്ന്. അങ്ങനെ മരണവിധി പ്രഖ്യാപിക്കപ്പെട്ടു. AD 292 ജനിച്ച് 304 രക്തസാക്ഷിയാവുകയാണ് വിശുദ്ധ ആഗ്നസ്. ഏകദേശം 13 വർഷം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. മരണവിധി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അവൾ പറഞ്ഞു, ഒരു നിമിഷം എനിക്ക് പ്രാർത്ഥിക്കണം.
അങ്ങനെ അവൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അനന്തരം വാളിന് തൻ്റെ കഴുത്ത് കാണിച്ചു കൊടുത്തു. ആദ്യത്തെ വെട്ടിന് തന്നെ കുഞ്ഞാടിൻ്റെ ശിരസ് നിലത്ത് വീണു. ഇവിടെ വെച്ചാണ് വിശുദ്ധ ആഗ്നസ് രക്തസാക്ഷിയായത്. നമുക്കും ഇവിടെ ആയിരിക്കുമ്പോൾ വിശുദ്ധ ആഗ്നസിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെല്ലാവരും അവിടെ മുട്ടുകുത്തി ഒരല്പനേരം പ്രാർത്ഥിച്ചതിന് ശേഷം ദേവാലയത്തിലേക്ക് തിരികെ പോരുകയാണ്. ദേവാലയത്തിൻ്റെ വലതുവശത്തേക്ക് വരുമ്പോൾ, അൾത്താരയുടെ അവിടെ നിന്ന് വലതുവശത്തേക്ക് തിരിയുമ്പോൾ വിശുദ്ധ സെൻ സെബാസ്റ്റ്യൻ്റെ രൂപമിരിക്കുന്നതിന് സൈഡിലൂടെ ഒരു വഴിയുണ്ട്. അതിൽ നമ്മൾ അകത്തേക്ക് കിടക്കുമ്പോൾ അവിടെയാണ് വിശുദ്ധിയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുക. നമ്മൾ തിരുശേഷിപ്പിൻ്റെ അടുക്കലേക്ക് നടക്കുകയാണ്. ഇവിടെ വിശുദ്ധ ആഗ്നസിൻ്റെ തലയോട്ടിയും അതുപോലെ തന്നെ ഭൗതിക അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു ചാപ്പലാണ് നമ്മൾ കാണുക. വിശുദ്ധയുടെ പ്രത്യേക മാധ്യസ്ഥം അപേക്ഷിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. തൻ്റെ വിശ്വാസത്തിനു വേണ്ടി ജീവിതം കൊടുത്ത വിശുദ്ധ, ഈശോയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഈ വിശുദ്ധയുടെ പ്രത്യേക മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും വിശുദ്ധ ആഗ്നസിൻ്റെ പ്രത്യേക മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.